നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ സ്വന്തം ഇന്നസെന്റിനെയാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടത്. നമ്മുടെ പ്രിയ ഇന്നച്ചനുമായിട്ടുള്ള വർത്തമാനം ഈ എപ്പിസോഡിലും തുടരുകയാണ്. റാംജി റാവു സ്പീക്കിംഗ് എന്നുള്ളത് മലയാള സിനിമയിൽ പുതിയൊരു ഭാവുകത്വം പകർന്നു നൽകി. ശ്രീ ഇന്നസെന്റ് എന്നുള്ള നടൻ പ്രായപൂർത്തിയായി, അതെ, പൂർണ്ണ നടനായി മാറി. പിന്നീട് ജൈത്രയാത്രകളാണ്. അതെ, ഒന്ന് കാണാം. ഇതിൻ്റെയൊക്കെ ഒരു ഗുണം ഇതൊക്കെ അവരുടെ മിടുക്കാണ്. സിദ്ദിഖ് ലാൽ ഇതിൻ്റെ ഈ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതും ഫോണിൽ പറയുന്നതൊക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ ഇതൊക്കെ പഴച്ചു പോകും. അതെ, പാളിപ്പോവും. ഇതൊക്കെ അവരുടെ മിടുക്കാണ്. ഞാൻ ഇതിൽ നിന്ന് ഒരു ചെറിയ ഒരു ഉദാഹരണം പറയുകയാണ്. നമ്മൾ പല ഗൾഫിലോ അമേരിക്കയിലോ ഇവിടെയൊക്കെ പോകുമ്പോൾ പല വീടുകളിലും വിളിച്ചു പോയിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ തരും, നമ്മൾ കഴിക്കും. അപ്പോൾ അവർ പറയും ഇന്നസെൻറ്റിൻ്റെ വീടിൻ്റെ അടുത്ത് അവിടെയുള്ള വീട്ടിലാണ്, ഇതാണ്, കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ. ഇതൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കും, മുറിയുടെ അവിടെ നമ്മുടെ റൂമിൻ്റെ അവിടെയൊക്കെ വന്ന്. പക്ഷേ നമ്മൾ ഇവരെ എല്ലാവരും ഓർമ്മിച്ചു എന്ന് വരില്ലേ, ഫോട്ടോ ഒക്കെ ഉണ്ടാവും അവരുടെ കയ്യിൽ. ഒരു തവണ ഒരു സ്ഥലത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാർ വന്ന് നിന്നു. അതിനൊരു ഭാര്യയും ഭർത്താവും കൂടി വന്നു. അയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഇങ്ങനെയാണ്. അതായത് പറ, ഞാൻ അത് മനസ്സിലായില്ലേ ഞങ്ങളുടെ സാധനമാണ് ഇയാളുടെ. എനിക്കാണെങ്കിൽ തേങ്ങി മനസ്സിലാവണില്ല. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ ഇയാളുടെ ഭാര്യ അടക്കം അയാളെയും നോക്കുന്നുണ്ട്, എന്നെയും നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കി ഞാൻ ഇയാളോട് പറഞ്ഞു, വരണ വഴിയായിരിക്കും അല്ലേ? അപ്പോൾ അയാൾ വരുന്ന വഴി സുഖല്ലേ? സുഖമാണ്. എനിക്ക് എന്തോ പറയണ്ടേ ഇവരെ എനിക്ക് ഓർമ്മയില്ല. ഭാര്യ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ അടുത്ത് കാണുമ്പോൾ വന്ന് കെട്ടിപ്പിടിക്കുന്ന. അങ്ങനെ വീണ്ടും ഞാൻ പറഞ്ഞു, നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് എവിടെയാണ്? അപ്പോൾ ഇയാൾ ഇതിനു മുമ്പ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ അന്ന് ശരി, ശരിയാണല്ലോ. അപ്പോൾ സുഖമല്ലേ? അപ്പോൾ ഭാര്യ അയാൾ പറഞ്ഞു വാ പോവാന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി കാറിലേക്കാൻ കൊണ്ടു. അങ്ങനെ ആലോചിച്ചു, പെട്ടെന്ന് എനിക്ക് പിടികിട്ടി. അപ്പം ഞാൻ ഫുൾ താടിയാണ്, മീശയുണ്ട്, ഈ പുരിയും ഇങ്ങനെ വെച്ചിട്ടുണ്ട്, എന്തൊരു മഹർഷിയായിട്ട് അഭിനയിക്കും. അങ്ങനെ ഇവരങ്ങോട്ട് നടന്ന് അങ്ങോട്ട് പോണ വഴിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടി. ഒരു ചെറിയ ഇൻസിഡൻ്റാണ്, അതിലാണ് എനിക്ക് ആ സ്ത്രീയുടെ മുഖം കിട്ടിയത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പറയണ പോലെ തന്നെ ഭക്ഷണം കഴിക്കണം, ഇനിയും കഴിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടമാണ്. ഞങ്ങൾ ഉണ്ടാക്കിയത് എന്നിട്ട് എന്തൊരു മധുരമുള്ള സാധനം. ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗറുണ്ട്. അപ്പോൾ എനിക്കിത് അവരാണല്ലോ എന്ന് തോന്നി. ഞാൻ വേഗം ഒരു പ്രൊഡക്ഷനിലെ നമ്മുടെ പയ്യനെ വിളിച്ചുവിടുക, ഒന്ന് വിളിച്ചുകൊണ്ടുപോവാ, അവർ കാറിൽ കയറാൻ പോവാണ്. ആ സ്ത്രീ കാറിൽ കയറി, അവൻ ഓടിച്ചെന്നു, പറഞ്ഞു ഇതേ സാറ് വിളിക്കണമെന്ന്. രണ്ടുപേരും അയാളിങ്ങോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് നിന്നെ മനസ്സിലായില്ല, എടാ വിളിക്കടാ ഭാര്യനെ. അങ്ങനെ ഭാര്യനെയും വിളിച്ച് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലടാ ശശി, അതുകൊണ്ടാണ്. മനസ്സിലായോ? ഞാൻ എന്താ കാരണം മനസ്സിലാവാത്തപ്പോൾ ഈ ഭാര്യ എന്നെ നോക്കുന്നുണ്ട്, എന്താ കാരണം മനസ്സിലാവാത്തതിനെന്നുള്ളതും കൂടി അറിയണല്ലോ. കാരണം അവരുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ച് പോന്നവനെ ഞാൻ. എന്താ കാരണം എന്നറിയോ? ഇങ്ങനെ താടി വെച്ചേക്കല്ലടാ ഇത്രയും ഫുള്ളേ, മീശ എങ്ങനെ, പിന്നെ പുരി, അപ്പോൾ പിന്നെ മനസ്സിലാവോ? അപ്പോൾ ഇയാൾ കറക്റ്റ്. ഞാനും വിചാരിച്ചു നിനക്കെന്താ അത് മനസ്സിലാവാതെ എന്നാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യയോടും ക്ഷമയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഭാര്യ ഇങ്ങനെ ആ സ്ത്രീക്കും പിടികിട്ടുന്നില്ല, ഇതെന്താ ഉണ്ടായി എന്നുള്ളൊരു നില. രണ്ടുപേരും കൂടി കാറിൽ കയറി ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ദൈവമേ ഇത് ഇവർ കണ്ടുപിടിക്കാണ്ടിരുന്നാൽ മതി. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് മസ്കറ്റിൽ നിന്ന് എനിക്കൊരു ഫോൺ, ഹലോ, ഞാൻ ശശി നായരാണ്. എന്തേ? അല്ല ഞങ്ങളിവിടെ എത്തിയെന്ന് പറയാൻ വന്നതാണ്. അങ്ങനെ എത്തിയെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ ചേട്ടനോ ഇനൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു ശരി, പിന്നെ ഒരു കാര്യം, വൈഫിനൊരു സംശയം. നമ്മൾ എന്ത്, സാറാണല്ലോ ഈ താടിയും ഈ മീശയും പുരിയും ഒക്കെ വെച്ചത്, അപ്പം പിന്നെ സാറിനെ എങ്ങനെയാണ് ഞങ്ങളെ മനസ്സിലാവാണ്ടിരിക്കണേ? ഞാൻ ശശി തനിക്ക് കുറച്ച് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. എടോ താടിയും മീശയും അതുപോലെ തന്നെ ഈ പുരിയും ഇങ്ങനെ ഒരു എനിക്ക് എങ്ങനെ തന്നെ മനസ്സിലാവും? അതെന്താ എനിക്ക് താൻ എന്താ വിചാരിച്ചത്? ആ വഴിക്ക് ഇയാൾ സോറി ഈ പൊട്ടിപ്പെണ്ണിനൊന്നും അറിയുള്ളൂ, അതെന്നെ കാര്യം. ഇന്നും അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല എന്താന്നുള്ളത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ വരുന്ന ഇതൊന്നും സിനിമയിൽ കാണിച്ചാലും അത് വളരെ ഇതാണ്. ഇവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ്. ആർക്ക്?
ഈ ലാലും സിദ്ദിഖും ഈ ലാലും സിദ്ദിഖും കൂടി ഒറ്റ കാര്യം ഒറ്റ സെക്കൻഡ് ഒരുത്തനെ കൂടെ കൂട്ടി അവനും സ്വല്പം മിമിക്രി ഒക്കെ പറയും. ഇപ്പോൾ ഒരു ആലുവയിൽ പോയിട്ട് മിമിക്രി ഒക്കെ ചെയ്യാൻ അപ്പോൾ നീയും ചില ഐറ്റം കാണിച്ചോളാൻ പറഞ്ഞു. ഐറ്റമൊക്കെ കാണിച്ചു. കാശ് കിട്ടിയപ്പോൾ അപ്പോൾ ഈ ലാല് സിദ്ദിഖിനോട് പറഞ്ഞു അവൻ വേണ്ട കേട്ടോ, നമ്മൾ രണ്ടുപേരും കൂടി കളിച്ചാൽ മതി മിമിക്രിക്ക് നടത്തുന്ന കാലത്ത്. അപ്പോൾ പറഞ്ഞു പോന്നോട്ടെ അവനും കൊടുക്കാലോ, ഒരു 100 രൂപ 150 രൂപ കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് അവിടെ നിന്ന് കാശ് മൊത്തം മേടിച്ചപ്പം ലാലിങ്ങനെ മുഖം തുടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ടെൻ്റെയൊക്കെ തുടക്കുകയായിരുന്നു. ഇത് കാശ് പിടിച്ച് എന്ന് പറഞ്ഞ് ഈ കാശ് അങ്ങനെ തന്നെ അവൻ്റെ കയ്യിൽ കൊടുത്തു. മൊത്തം കാശ് എന്ന് പറഞ്ഞത് 400 രൂപയുള്ളൂ. 450 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവർ മുഖം തുടച്ച് പുറത്തേക്ക് ഇറങ്ങിയ വഴിക്ക് ഇവനെ കാണാനില്ല. ഇവനെ ആദ്യമായിട്ട് വിളിച്ചുകൊണ്ട് പോയതാ. ഭയങ്കര സങ്കടമായി ഇവർക്ക്. കാരണം കാശ് അടിച്ചോണ്ട് പോയി. അടിച്ചോണ്ട് പോയി. ഇവന് കാശ് മിമിക്രിക്കാരനാണ്. കാശ് കിട്ടിയ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. അവരൊക്കെ പഠിക്കുന്ന കാലമാണ്. അങ്ങനെ ഇവർ ആകെ സങ്കടമായിട്ട് ഇവർ വന്നു. ഇപ്പം സിദ്ദിഖ് പറഞ്ഞു നിനക്കല്ലെങ്കിൽ കാശ് അവൻ്റെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമുണ്ട്, അവൻ്റെ കാശ് കൊടുക്കല്ലേ ഉള്ളൂ, ആ കാശ് മൂന്നും കൊടുക്കേണ്ട കാര്യം എന്താ ഉള്ളത് എന്നും പറഞ്ഞ് കയ്യിൽ കാശ് പോലും ഇല്ലാണ്ട് ഇവർ ആലുവ 9:30 മണിക്ക് ആലുവ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് നിൽക്കുമ്പോഴേ ഇവർ ബസ്സിൻ്റെ അപ്പുറത്ത് നിൽക്കണു. ഈ പയ്യൻ ആ വഴിക്ക് ലാല് പോയിട്ട് ഇവനെ പിടിച്ച വഴിക്ക് ഇവൻ ലാല് ചോദിച്ചു നീ എന്താടാ കാശ് മേടിച്ചിട്ട് പോയത്, നിനക്കുള്ള കാശല്ലേ നിനക്ക് തരണ്ടോ, നീ അങ്ങനെ പറ്റിയാന്ന് വിചാരിച്ചോ. അപ്പോൾ അവൻ പറയാണ് അല്ല ചേട്ടാ ഇതിൽ 50 രൂപ കൂടുതലുണ്ട്, അത് അവർ വന്ന് പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഓടിപ്പോന്നതാണ് ദേന എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതാണ് സത്യം. കാരണം ഇനി ആ കാശ് അവർ മറ്റൊരു ഈ ഉത്സവ കമ്മിറ്റിക്കാർ കാശ് എണ്ണിപ്പോൾ ഒരു 50 രൂപ കൂടുതലുണ്ട്, അത് ഇനി അവ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിടിക്കുന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. വലിയ തമാശകളാണ് അവരുടെ ജീവിതത്തിലുള്ളത്. അതെ, അതെല്ലാം ഇങ്ങോട്ട് പകർത്തി വേറൊരു നാഴികക്കല്ല്. ഇതൊക്കെ ഒരുപക്ഷെ അന്ന് ഇങ്ങനെ നോക്കാതെ അന്ന് അച്ഛനായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഈ പ്രയോഗം നടത്തുമായിരുന്നു. ഞാനാ ഈ പ്രയോഗം നടത്തിയില്ലെങ്കിലും ഞാനൊരു അച്ഛനായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ആയെങ്കിൽ കത്തോലിക്ക സഭ റോമിൽ നിന്ന് നേരിട്ട് വന്ന് പോപ്പ് പിരിച്ചു വിട്ടു. ഇനി ഇത് വേണ്ടെന്ന് പറയൂ. സിനിമാ ജീവിതത്തിൽ ശ്രീ ഇന്നസെൻ്റ് എന്നുള്ള മഹാനടന് ഒരുപാട് ഏടുകളുണ്ട്. പക്ഷേ ആ ഏടുകളെല്ലാം ഞങ്ങൾ ഓർക്കണമെന്നില്ല. ഞങ്ങൾ ഓർക്കുന്ന ഏടുകളാണ് ഞങ്ങളിങ്ങനെ പകർന്നു തരുന്നത്. അതിലെ വലിയൊരു ഏടെന്ന് പറയാവുന്ന ഒരു പക്ഷേ താങ്കളുടെ ഏറ്റവും മിഴിവറ്റുള്ള കഥാപാത്രം, ആ കഥാപാത്രം ഇപ്പോഴും ഇങ്ങനെ ടെലിവിഷനിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക. നേരത്തെ നമ്മൾ രാംജി റാവുവിൽ കണ്ട പോലെ, മാന്നാർ മത്തായി കണ്ട പോലെ ഇപ്പോഴും ടെലിവിഷനിൽ അത് വരുമ്പോൾ സാധാരണ ശരാശരി പ്രേക്ഷകർ, അതിൽ പ്രായത്തിൻ്റെ ഭേദമൊന്നുമില്ല, അവർ ഒന്ന് നിന്ന് അത് കണ്ട ശേഷം മാത്രമേ മാറുള്ളൂ. വരട്ടെ, ഇത് കഴിഞ്ഞിട്ട് വേറൊരു രംഗമുണ്ട്. അവിടെ വന്ന തിലകൻ്റെ മുമ്പിലൊരു പ്രയോഗം, മത്തങ്ങ തലയെന്നൊക്കെ പറഞ്ഞു. ആ പ്രയോഗം കൂടെ ചേരുമ്പോൾ കിട്ടുണ്ണിയേട്ടൻ പൂർത്തിയായി. കാര്യം ഇങ്ങനെയൊക്കെ അയാൾ പറയണമെങ്കിലും അയാളൊരു സാധുവാണ് എന്നുള്ളൊരു സത്യം അതിനകത്തുണ്ട്. കാരണം ആ വീട്ടിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി എന്താ പറയുക 5000 രൂപ കൊടുത്താൽ ആ വീട്ടിൽ ജോലിക്ക് വെക്കാൻ പറ്റില്ല. ഈ ജഡ്ജിൻ്റെ വീട്ടിൽ വെട്ടുപോത്ത്. അതെ, അത്രയും വലിയ കുഴപ്പമാണ് അദ്ദേഹത്തിൻ്റെത്. പിന്നെ എല്ലാ ആളുകൾക്കും ഇഷ്ടമാവാനുള്ള ഒരു കാരണം അയാളെ ചീത്ത പറയുമ്പോൾ എല്ലാവർക്കും അവരുടെ ബോസിന് ചീത്ത പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും മനസ്സിനകത്ത്. നമ്മുടെ ഓഫീസ് മുറിയിൽ കടന്നു പോയിട്ട് ഇപ്പുറത്തേക്ക് പോയിട്ട് ആരെ വിളിച്ച ടാച്ചി എന്തേ അയാളുടെ പേര് അയാൾ മാത്രമേ എല്ലാം അറിയാവുന്നുള്ളൂ, അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്നെങ്കിലും ഒരു ദിവസം കാത്തു കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇയാളുടെ ഗതി ഇതാണ്. ഇപ്പോൾ സ്കൂളിലെ മാഷക്ക് മാഷ ചീത്ത പറയണം, കുട്ടിക്ക് മാഷ ചീത്ത പറയണം, MLAക്ക് മന്ത്രീനെ 4 വാക്ക് പറയണം. ഇതൊക്കെ എല്ലാ തലത്തിലും ഉള്ളതാണ്. അതുകൊണ്ട് ഇയാളുടെ ഒരു സ്വഭാവം വെച്ച് ഇയാളെ ചീത്ത പറയുമ്പോൾ എല്ലാ ആൾക്കാരും കിട്ടുണ്ണീരെ കൂടെയാണ്. അത് തന്നെയാണ് ജീവിതത്തിലെ ഒരു ഇതിലെത്ര ഇന്നച്ചേട്ടൻ കൈതെടുത്തു, എത്ര പ്രിയനിട്ടു, ഇതിൽ കുറച്ച് ഇമ്പ്രവൈസേഷൻ ഉണ്ടാവില്ല? അല്ല, കുറച്ച് ഇമ്പ്രവൈസേഷൻ ഉണ്ട്. പ്രിയൻ തന്നെ എനിക്ക് എൻ്റെ വീടിൻ്റെ അവിടെ അയാളെ ചീത്ത പറയുന്ന കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരനും വേറൊരു വീട്ടുകാരനും ചക്കച്ചാമ്പറമ്പിൽ വാറപ്പൻ എന്ന് പറയുന്ന ആളും തമ്മിലുള്ള ഒരു അതിർത്തി തർക്കത്തിൽ മറ്റേ ആളെ ഇയാൾ പറഞ്ഞു, ഡാ നീ ആദ്യം അക്ഷരം പഠിക്കലേ, ക ഖ ഗ ഗ ങ,
അതെൻ്റെ മനസ്സിൽ എവിടെയോ കിടപ്പുണ്ടായിരുന്നു. ആ കാര്യം ഞാൻ പ്രിയനോട് പറഞ്ഞ കാരണം കൊണ്ടാണ് ഇയാളോട് പറയണത്, ആരോട്, ജഡ്ജിയോട് ഒരക്ഷരവും അറിയാത്ത ഞാൻ പറയുന്നത്. എന്തുപോലെ തന്നെ മൂക്കുകൊണ്ട് തന്നെ കൊണ്ട് അത് അങ്ങനെയൊക്കെയാണ് അതെടുത്തത്. നമ്മൾ പറഞ്ഞപ്പോൾ പ്രിയൻ പറഞ്ഞു അത് തന്നെ മതി എന്ന് പറഞ്ഞു. പ്രിയനും ഹ്യൂമറിൻ്റെ കാര്യത്തിലും എഴുതേണ്ട കാര്യത്തിലൊക്കെ വളരെ മിടുക്കനായിട്ടുള്ള ആളാണ്. ഇന്നസെൻ്റ് ചേട്ടൻ്റെ സിനിമാ ജീവിതത്തിലെ സബരിയിലെ സുവർണ ലിപികളാണ് അതൊക്കെ. അതേസമയം ഒരു അവാർഡിലേക്ക് താങ്കളെ കൊണ്ടെത്തിച്ചൊരു പടമുണ്ട്. ആ ഒരു പടത്തിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല. ആ പടം ഒരുപക്ഷെ ഈ ഒരു ജീവിത ഏട് നമ്മൾ അനാവരണം ചെയ്യുമ്പോൾ ഇവിടെ വരേണ്ട ഒരു സാധനമാണ്. വരട്ടെ. മഴവിൽ കാവടി. ഒരു ദുർകാരണവരുടെ എല്ലാ ഭാവങ്ങളും ആ സിനിമയിൽ എടുത്താണ്. നർമ്മത്തിനപ്പുറത്ത് സിനിമയിൽ താങ്കൾക്കൊരു റോളുണ്ട് എന്ന് താങ്കൾ വീണ്ടും അടിവരയിട്ടതിലൂടെ. ഏതാ സിനിമയിൽ? ഈ സിനിമ യഥാർത്ഥത്തിൽ ഒരു വില്ലനാണോ എന്ന് ചോദിച്ചാൽ വില്ലനല്ല, പക്ഷേ വില്ലനാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നെ അങ്ങോട്ട് കൊല്ലണം എന്ന് ആർക്കും തോന്നില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഹ്യൂമർ സംഭവം. ഏത് വില്ലനാണെങ്കിലും ഒക്കെ ഒരു ഹ്യൂമർ അയാൾക്ക് ഉണ്ടാവുമല്ലോ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഉണ്ണി നായരുണ്ടായിരുന്നു. അയാളായിരുന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇയാൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ മനസ്സിൽ വന്നതാണ്. മനസ്സിൽ ആ ഉണ്ണി നായർ ഇതേപോലെ തന്നെയുള്ളൊരു ആളാണ്. ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇങ്ങനെ ഒന്ന് ഗുണുങ്ങും, ഒന്ന് സംസാരിക്കും. ആ വില്ലനോ ഇല്ല, എന്നാൽ വില്ലനാണോ, അങ്ങനെയൊക്കെ ഉള്ളൊരാൾ. പക്ഷെ ഒറിജിനൽ വില്ലനെ താങ്കൾ കാണിച്ചു കൊടുത്തു. കാണിച്ചു തരാൻ പാടില്ല. ഓ, താങ്കളുടെ ഒറിജിനൽ വരുന്നുണ്ട് അവിടെ. ഓ, ഈ സിനിമയിൽ താങ്കൾ മുഴുതുകൾ വില്ലനാണ്. കേളി ആശങ്ക ഉണ്ടായിരുന്നോ? എങ്ങനെ ഈ വില്ലൻ കഥാപാത്രമൊക്കെ വേണോ? അല്ല, ഭരതൻ പറഞ്ഞു എൻ്റെ അടുക്ക്, നിങ്ങൾക്കതും ചെയ്യാൻ സാധിക്കും, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം, നല്ല ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തൊരു ഒരാളൊരു നടനാവുക എന്ന് പറയുന്നത് എന്നും എല്ലാ റോളുകളും തന്മയത്തോടെ കൈകാര്യം ചെയ്യണം. കോമഡി മാത്രമായി കഴിഞ്ഞാൽ പിന്നെ അത് കോമഡി മാത്രമായി, വില്ലൻ മാത്രമായി കഴിയുമ്പോൾ വില്ലൻ മാത്രമായി. അങ്ങനെ ഒരുപാട് നടന്മാർ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പറ്റാതെ ജീവിതം അവസാനിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരിക്കലും അങ്ങനത്തെ കഥാപാത്രങ്ങൾ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരുപാട് കഥാപാത്രങ്ങൾ, നല്ല കഥാപാത്രങ്ങൾ എനിക്ക് കിട്ടി. ആ കഥാപാത്രങ്ങളിൽ ഞങ്ങളുടെ മനസ്സിനോട് ചേർത്ത് പിടിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ താങ്കൾക്ക് പ്രദാനം ചെയ്ത് സിദ്ദിഖ് ലാൽ കോമ്പിനേഷനിലാണ് കിട്ടിയിട്ടുണ്ട്. ആ കോമ്പിനേഷനിൽ താങ്കൾക്ക് കിട്ടിയ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിൽ നമ്മൾ കണ്ട കഥാപാത്രങ്ങൾ മാത്രമല്ല, അതല്ലാതെ അല്ലാതെയുണ്ട്. ഏതൊക്കെയായിരുന്നു? ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനി, ഓ അപാര. പിന്നെ കെ ജോസഫ്, അതല്ലേ വിയറ്റ്നാം കോളനി. കെ ജോസഫ്. കാബൂളിവാല, നിരവധി ചിത്രങ്ങൾ. കാബൂളിവാല എനിക്ക് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സർക്കസിലൊക്കെ ഷെഡ് കാണുമല്ലോ, കൊച്ച് എന്താ പറയുക, ഷീറ്റ് ഇട്ടിട്ട്. അപ്പോൾ അതിൽ മെയിൻ ട്രപ്പീസുകാരൻ അവങ്ങനെ ഇരിക്കുക അവിടെ. ആലപ്പുഴക്കാരനാണ്, മലയാളം ഒന്നും അറിയില്ല. കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് പോയിട്ടുള്ളതാണ് സർക്കസിൽ. അപ്പോൾ അവങ്ങനെ ഇരിക്കുക. അവൻ നമ്മളെടുത്ത് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടം എന്നോട്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സോക്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടു. ഇത് കാബൂളിവാലല്ലേ? അപ്പോൾ സോക്സൊക്കെ ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ? ഞങ്ങളുടെ സമയമായി. ഞാൻ പറഞ്ഞു, എങ്ങനെ മനസ്സിലായി? അത് ഞങ്ങൾക്ക് മ്യൂസിക് കേൾക്കുമ്പോൾ മനസ്സിലാവും. എനിക്കതൊന്നും അറിയില്ല. ഇവർ ഈ മ്യൂസിക് ഇവർ ടെൻറ്റിലൊക്കെ ഇരിക്കുകയാണെങ്കിലും മ്യൂസിക് വരുമ്പോഴാണ് എൻ്റെ സമയമായല്ലോ എന്നാണ്. ആ മ്യൂസിക് മാറുന്നതനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും വേണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴേക്കും നമ്മുടെ മോനെ ചന്ദ്ര കുടിക്കാനായിട്ട് 2 പേർക്കും നാരങ്ങ സോഡ, ഇവിടെ ഉപ്പ്, എനിക്ക് ഉപ്പ്, അവിടെ ഷുഗർ, ഇത് കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ പോയി കൊണ്ടുവന്നു. അപ്പോൾ അതിലത്തെ ഏറ്റവും വലിയ ട്രപ്പീസുകാരൻ ഈ കാല് കൊളുത്തി ഇങ്ങനെ ഇട്ടിട്ട് മറ്റുള്ളവരെ അടിക്കുക, അതിൻ്റെ പ്രധാന ആൾ. അയാൾ എൻ്റെ അടുക്കൊരു, എനിക്ക് ചില കൊച്ചു കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക വിഷമാണ്. അയാൾ എന്നോട് ചോദിക്കുകയാണ്, ഇത്രയും ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് ഇത് കാണിക്കുന്ന അയാൾ എന്നോട് ചോദിക്കുക, നിങ്ങൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ സർവത്തും ഇതൊക്കെ ചോദിച്ചാൽ കിട്ടുമോ? മനസ്സിലായോ? നമ്മൾ സർക്കസ് കാണാൻ ചെന്നിരുന്നിട്ട് നമ്മൾ കൈയടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ പ്രധാനപ്പെട്ട ആൾ ചോദിക്കണം, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എപ്പോൾ? ഞാൻ അപ്പോൾ എന്താ പറയണ്ടേന്ന് നമുക്ക് പിടിയില്ല. അപ്പോൾ അവരൊക്കെ അത്രയും ബുദ്ധിമുട്ട്, അവർക്കൊന്നും അങ്ങനെ ഇല്ല. ആ കറക്റ്റ് സമയത്ത് ആ വെള്ളം അല്ലെങ്കിൽ മറ്റത് ഇതൊക്കെയാണ്.
ഇതൊന്നും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ അവരുടെ കൂടെയൊക്കെ തന്നെയായിരുന്നു ഈ കാബൂളിവാല എന്നുള്ള സിനിമ നടക്കുമ്പോൾ. അല്ലാണ്ട് സർക്കസ് കാണലല്ലായിരുന്നു. അവരുടെ ജീവിതം മനസ്സിലാക്കിയായിരുന്നു. സർക്കസിൽ ചെയ്യുന്നത്. ഗോഡ് ഫാദറിൽ താങ്കളുടെ ഡയലോഗുണ്ട്, മായൻകുട്ടിയോട് താങ്കളുടെ ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തിനാ പഠിക്കണേ? ആരെങ്കിലും താങ്കളോട് ചോദിച്ചതാണോ അത്? ഇല്ല, എന്നോട് ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം ഞാൻ പഠിക്കണില്ല എന്നുള്ളത്. അത് കാരണം കൊണ്ട് പിന്നെ എന്നോട് ചോദിക്കേണ്ട പ്രശ്നമില്ല. അയാളിങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി ചോറ്റുപാത്രം മാത്രം എടുത്ത് സ്കൂളിൽ പോകണുണ്ടോ? ഞാൻ പുസ്തകം പറഞ്ഞിട്ട് ചോറും പാത്രമായിട്ട് ഞാൻ എന്തായാലും വാർക്കപ്പണിക്ക് പോവേ. എൻ്റെ അമ്മ ചോദിച്ചു, ഇത് കണ്ടോ, ഇങ്ങനെയുണ്ടോ ഒരു കുരിച്ച്? വാർക്കപ്പണിക്കാണോ ഇവൻ പോണത് ചോറും കൊണ്ട്? ഞാൻ പറഞ്ഞു അല്ല, ഇതവിടെ അവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ പുസ്തകം എടുത്തുകൊണ്ട് പോകുന്നു. എൻ്റെ അപ്പൻ എപ്പോഴും ചിരിച്ചേ ഉള്ളൂ. കാരണം അപ്പന് മനസ്സിലായി അതല്ല പ്രധാനം, ഇതാണ് പ്രധാനം. എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു കാര്യം, ഞാനത് പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങളുടെ അവിടെ ഷാരടി ഒരു കുട്ടി, ഷാരസിയായിരുന്നു, കേട്ടിട്ടുണ്ടോ? അസലായിട്ട് ആ അവിടെയാണ് ആ ഇനങ്ങളൊക്കെ ഉള്ളത്. ഇനങ്ങളൊക്കെ ഉള്ളത് ഡാൻസ് ചെയ്യവർ. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലിന് ഇന്നിപ്പോൾ കർട്ടനൊക്കെ നല്ല നല്ല കർട്ടൻസാണ്. അപ്പം അന്ന് തുറക്കുന്നത് ഒരാൾ, അടയ്ക്കുന്നത് വേറൊരാൾ, ഒരാൾ അറ്റത്തിരിക്കും, ഈ അറ്റത്തിരിക്കും. അപ്പോൾ ആ അറ്റത്തിരിക്കുന്നത് ഭരതൻ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരനാണ്. ഇവിടെ ഇരിക്കുന്നത് ഞാനാണ് ഇത് മൂടുന്ന ആൾ, കർട്ടൻ ഇടുന്ന ആൾ. അപ്പോൾ ഈ കുട്ടി തരക്കേടില്ല, നല്ല കുട്ടിയാണ്, ഡാൻസ് ചെയ്യാനും അതെ, കാണാനും അതെ. എനിക്ക് ഇഷ്ടമാണ്, വെറുതെ ഇഷ്ടം ആവണോണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ കുട്ടി ഇവിടെ വന്ന് നിന്നിട്ട് ഈ കുട്ടി ഭരതൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. പിന്നീട് ചെറിയ ചിരി എനിക്ക് കിട്ടുന്നുള്ളൊരു മോഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ 2-3 പ്രാവശ്യം നോക്കി, അവൾ തന്നില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു പുഴുക്കിട്ടൊരു പണി കൊടുക്കണം എന്നുള്ളത്. സ്റ്റേജാണ്, ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലാണ്. അങ്ങനെ ഭരതൻ്റെ മുഖത്ത് വീണ്ടും നോക്കിയിട്ട് കാണിച്ചു. ഒരു ശിവതാണ്ഡവോ അങ്ങനെ ഒരു സംഭവമാണ് ചെയ്യണത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഇരുന്നിരുന്നു ശിവതാണ്ഡവം കഴിഞ്ഞിട്ട് ഈ അവസാനം ഈ കാല് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒരു നിൽപ്പുണ്ട്. അങ്ങനെ ഇവളങ്ങോട്ട് നിന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ കയറുണ്ടല്ലോ, ഇത് അയച്ചു കൊടുത്താലേ ഇത് വരുള്ളൂ. അവനെ ഞാൻ ഈ മുളയമേ അങ്ങോട്ട് കെട്ടി കടുങ്കെട്ടൊക്കെ ഇട്ടൊക്കെ റെഡി ആക്കിയാണ് നിർത്തി വെച്ച്. അത് കഴിഞ്ഞ് ഇവളിങ്ങനെ നിന്നിട്ട് എന്നെങ്ങനെ നോക്കുക കർട്ടൻ ഇടാനായിട്ട്. ഞാൻ അപ്പോൾ വേറെ സ്ഥലത്തേക്ക് നോക്കിയിട്ടു. അങ്ങനെ ഈ കുട്ടി കുറച്ച് നേരം നോക്കി നിന്നു. അപ്പോഴേക്കും ഈ ആളുകൾ അങ്ങോട്ട് കൂവി തുടങ്ങി. അവൾ കർട്ടൻ ഇടണില്ല. ഈ കുട്ടി ഇങ്ങനെ നിൽക്കാൻ കുറേ നേരം പറ്റില്ല, ഈ നേരം ഡാൻസ് ചെയ്ത കുട്ടിയാണ്. രാമനാഥ മാഷ് വന്ന് ചോദിച്ചോട്ടോ കർട്ടൻ ഇടറോ എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, മാഷേ ഞാൻ ഇവിടെ കിട്ടിയതേ ആ ഡാൻസ് കണ്ട സുഖത്തിൽ ഞാൻ അറിയാണ്ട് കണ്ണും കെട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനം ഈ കുട്ടി ഒറ്റക്കാലിൽ മര്യാദയ്ക്ക് നടന്നു പോയാൽ മതി, ഒറ്റക്കാലിൽ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ട് പോയി. ആ കുട്ടി പോയി, അതിനകത്ത് മാർക്കും പോയി, ഒക്കെ പോയി. കാലങ്ങൾ കഴിഞ്ഞ് ബോംബെ ചെന്നിട്ട് അവരുടെ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളമായിട്ടൊരു സ്ത്രീ വരുന്നു. ഷൺമുഖാനന്ദ ഹാളിലെ മലയാളി അസോസിയേഷൻ്റെ ഒരാളാണ് അയാൾ. അവരുടെ വീട്ടിലെ ഭക്ഷണം കഴിച്ചത്. അയാളുടെ ഭാര്യയാണ് ഈ വെള്ളമായിട്ട് വന്നത്. അയാൾ ഒന്ന് വെള്ളം കൊണ്ടുവന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇന്നസെൻ്റ് അറിയോ? ഞാൻ അങ്ങനെ ഒരു നോട്ടം നോക്കി, ശിവതാണ്ഡവത്തിൻ്റെ ആളാ. ഞാൻ ഈ വെള്ളത്തിൽ വല്ല വിഷട്ടുണ്ടാവുക, കാരണം എൻ്റെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മളൊരു കൊച്ചു പുഞ്ചിരിയെ നമ്മൾ ചോദിച്ചു. ആര് ചോദിച്ചു? എൻ്റെ മുഖം കണ്ടാൽ അറിയാലോ, പ്രതീക്ഷിച്ചു, തന്നില്ല. അയാൾ പറയാണ്, ഇന്നസെൻറ്റ്, വിവാഹം കഴിഞ്ഞ ആദ്യത്തെ രാത്രി ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. അന്ന് ഞാൻ ഇന്നസെൻറ്റിനെ പറ്റി മാലതി എന്നോട് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ആ ഭക്ഷണം എങ്ങനെയാണ് കഴിച്ചത്, ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവസാനം ഒരാവശ്യമില്ലാത്ത കാര്യം, അതാണ് എൻ്റെ ബുദ്ധി കുറവ്. അതെന്താ പറ്റിയെന്ന് വെച്ചാൽ കടുങ്കെട്ട്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, വേണ്ട വിട്ടേക്ക്, വിട്ടു. മാലതി ഇപ്പോഴും ബോംബെയില്, ഭാരതിക്ക് ഇപ്പോഴും ആ കെട്ട് മറക്കാൻ പറ്റില്ല. അവരുടെ ഭർത്താവ് കെട്ടിയ താലിയേക്കാളും വലിയ കെട്ടാണ് ഈ മുളയിൽ നമ്മൾ കെട്ടിയത്. മാലതി അതോടെ ഡാൻസ് നിർത്തിയിട്ടുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റോള്, ഇതും വളരെ തീഷ്ണതയാർന്നൊരു റോളാണ്. ഈ സിനിമയൊക്കെ എല്ലാ കാലത്തും നിൽക്കും ഇന്നസെൻ്റ് ചേട്ടാ. ഈ സിനിമയുടെ
സ്ക്രിപ്റ്റ് IV ശശി, അത് രഞ്ജിത്താണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ തരുന്നത് മോഹൻലാലാണ്. പറഞ്ഞു ഞാനാണ് മംഗലശ്ശേരി നീലകണ്ഠൻ. ലാല് പറഞ്ഞു നിങ്ങളാണ് വാര്യർ എന്നുള്ള കഥാപാത്രം, നിങ്ങൾക്ക് ഇതിന് ഡേറ്റ് തരാൻ പറ്റുമെങ്കിൽ നിങ്ങളിത് വായിച്ച് നോക്കിയിട്ട് മതി. ഞാനിത് വായിച്ച് നോക്കി കഴിഞ്ഞ് ലാലിൻ്റെ അടുക്ക ഞാൻ പറഞ്ഞു ഡേറ്റ് ഓക്കെ, കാരണം എനിക്ക് മനസ്സിലായി ആ എഴുത്ത് കണ്ടപ്പോൾ തന്നെ. എന്നിട്ട് രഞ്ജിത്തിനോട് ഞാൻ അന്ന് ചോദിച്ചത് MT വാസുദേവൻ നായരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആരെങ്കിലോ എഴുതി വെച്ച സ്ക്രിപ്റ്റ് മഴ പെയ്തപ്പോൾ അക്ഷരം മാഞ്ഞു പോയപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കാൻ വെച്ചപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നതാണോ ഇത് എന്ന് ചോദിച്ചു. കാരണം അത്രയ്ക്ക് മനോഹരമായ ഇതാണ്. രഞ്ജിത്ത് അത് ചിരിച്ചേ ഉള്ളൂ. കാരണം നമ്മൾ അതിന് ഉദാഹരണം പറഞ്ഞ ആൾ എന്ന് പറയുന്നൊരു വലിയ ആളാണ്. രഞ്ജിത്തിന് കൊടുത്തൊരു ബഹുമതിയാണത്. ബഹുമതിയാണ്. അപ്പോൾ അത്രയും നല്ല സ്ക്രിപ്റ്റായിരുന്നു അത്. നന്നായിട്ട് IV ശശി അത് എടുക്കുകയും ചെയ്തു. മോഹൻലാലിൻ്റെ നല്ല പെർഫോമൻസുമാണ്. നന്നായിട്ട് അയാൾ അഭിനയിക്കുകയും ചെയ്തു. ഇന്നസെൻ്റ് ചേട്ടൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ താങ്കളോടൊപ്പം അതേ സിദ്ധിയിൽ അതേ കഴിവിൽ അഭിനയിക്കാൻ കഴിയുന്ന നടീനടന്മാരെ കിട്ടി എന്നുള്ളതാണ്. ജഗതിയും താങ്കളും തമ്മിലുള്ള കോമ്പിനേഷൻസ്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ എപ്പോഴും പ്രേക്ഷകർ അത് ലയിച്ചിരുന്നു. രണ്ട് KPSCയിലെയും താങ്കളും തമ്മിലുള്ള കോമ്പിനേഷൻസ്, ഈ കോമ്പിനേഷൻസാണ് ഒരു പക്ഷേ ആ സിനിമയിൽ ഒരു ജീവൻ പകർന്നത്. പല സിനിമകളിൽ ജഗതി ഇപ്പം സിനിമയിൽ നിന്ന് മാറി. ജഗതി ശ്രീകുമാറിനൊക്കെ എന്നേക്കാളും കൂടുതൽ ഇതിനോടുള്ള ആത്മാർത്ഥതയുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ചെയ്യാനായിട്ട് ഒരു കയ്യിലൊരു വടിയുണ്ട് ആ സിനിമയിൽ, അത് അഭിനയിക്കുമ്പോൾ ആ വടി എപ്പോഴും കയ്യിലുണ്ടാവണം എന്നുള്ളൊരു സംഭവമാണെങ്കിൽ സാധാരണ ഞാനൊക്കെ ആണെങ്കിൽ അത് എൻ്റെ ആ ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഡയറക്ടറെ വിളിച്ച് ഇവിടുത്തെ കൈ പിടിച്ച് അടുത്ത ഷോട്ടിന് തന്നാൽ മതി എന്ന് പറയും. ജഗദീഷ് ശ്രീകുമാർ അമ്പിളി അത് അവൻ തന്നെ കയ്യിൽ വയ്ക്കും. കാരണം ആ സമയത്ത് അത് ഇനി ഉണ്ടായില്ലെങ്കിലോ അതൊക്കെ അയാൾക്ക് അതിനോട് തോന്നുന്നൊരു പ്രത്യേക ഇഷ്ടമാണ്. അത്ര വലിയ ഇഷ്ടമൊന്നും എനിക്ക് സിനിമയോട് ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ പോണ വഴിക്ക് എന്നാൽ പിന്നെ ഇത് തിരക്കേടില്ല എന്ന് പറയില്ലേ, അങ്ങനെയൊന്ന് കയറി നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മനസ്സിൻ്റെ അകത്ത് നമുക്കുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെയല്ല. ജഗതിക്കൊക്കെ ഒരു പാഷനായിരുന്നു. അല്ലേ? അതെ അതെ. ഒരു വല്ലാത്ത അടങ്ങാത്ത ആവേശവും കാര്യങ്ങളും. ഒരു നിമിഷം പോലും വീട്ടിൽ പോകാതെ പോലും അദ്ദേഹം ഡേറ്റ് കൊടുക്കുകയും മറ്റേതൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. വരട്ടെ ഒരാളെന്തായാലും. നമ്മുടെ ബാലേന്ദ്രമേനോൻ്റെ ഒരു പടം ഊട്ടിയിൽ, അതാണ് ഞങ്ങളെ ജോഡിയായിട്ട് ആദ്യം അഭിനയിപ്പിക്കുന്നത്. അന്നെന്തോ നവ്യ നായരുടെയോ കാവ്യമാധവൻ്റെയൊക്കെ നായികയായിട്ട് അഭിനയിക്കാൻ വന്നിട്ട് ഓർമ്മയുണ്ടോ അതൊക്കെ? അവസാനം KPSCയിൽ എഴുതിയായിപ്പോയി. കൂടെ വന്നതെന്ന് പറഞ്ഞിട്ട് വളരെ നിരാശനായിട്ട് നടക്കുമായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ അഭിനയിച്ചിട്ട് കുഴപ്പമൊന്നും വന്നില്ലല്ലേ. ആലീസിന് കൂടുതൽ ഇഷ്ടം എൻ്റെ കൂടെ അഭിനയിക്കുന്നതാണ്. അത് മതി എനിക്ക്. ലളിത ചേച്ചി ചോദിച്ചൊരു ചോദ്യമുണ്ട്, സുന്ദരികളെ തേടിയാണോ സിനിമയിലേക്ക് ശ്രീ ഇന്നസെൻ്റ് എത്തിയത്? ചോദിച്ചു. അവസാനം കിട്ടിയത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെയാണെന്ന് സിനിമയിൽ. അതുകൊണ്ടാണ് ഇന്നൻ ചേട്ടൻ്റെ ഭാര്യ ആലീസ് സമാധാനത്തോടെ വീട്ടിൽ കഴിയുന്നതെന്നും. നന്നായിട്ടോ. ഞാൻ അവരോടത് പറഞ്ഞില്ലെങ്കിൽ അവരത് പറഞ്ഞല്ലോ. നമ്മുടെ ജീവിതം അല്ല. ഞാൻ പലപ്പോഴും KPSCയിൽ എഴുതിയെ പറ്റി പറയും. തമാശയിൽ ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഈ ഉർവശി അല്ലെങ്കിൽ മഞ്ജു വാര്യരും നവ്യ നായർ ഇവരുടെയൊക്കെ ഹീറോ ആയിട്ട് അഭിനയിക്കണമെന്നായിരുന്നു മനസ്സിലാഗ്രഹം. പക്ഷേ എനിക്ക് കിട്ടിയത് KPSC ലളിത. ഒരു ജീവിതം പോയില്ലേ എന്നൊക്കെ ഞാൻ തമാശയ്ക്ക് ലളിതയുള്ളപ്പോഴും പറയാറുണ്ട്. പക്ഷേ ലളിത ചെയ്യുന്ന അത്ര കൂടെയുള്ളവർ നന്നായിട്ട് അഭിനയിക്കുമ്പോൾ മാത്രമേ നമ്മുടെ നന്നാവുള്ളൂ. കറക്റ്റ്. ഇതാ വരുന്നു, വരട്ടെ. ഒരാൾക്കൊരു ചോദ്യമുണ്ട് ഇതിനെക്കുറിച്ച്. തിരക്കഥയ്ക്ക് ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ സംവിധായകൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ചില രംഗങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാൻ, അതിൻ്റെ ആസ്വാദ്യതയോ അതിൻ്റെ തീവ്രതയോ വർദ്ധിപ്പിക്കാൻ സ്വന്തം അനുഭവത്തിൻ്റെയും പ്രതിഭയുടെയും അടിസ്ഥാനത്തിൽ ചില കൂട്ടിച്ചേർക്കലുകൾ ഇന്നസെൻ്റ് ചേട്ടൻ നടത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ KPSCയിൽ ലളിതയുമൊത്ത് അഭിനയിക്കുന്ന പൊന്മുട്ടയിടുന്ന എന്ന് തുടങ്ങുന്ന ആ സിനിമയിൽ പുറത്തു നിന്ന് വരുമ്പോൾ മുഖം കഴുകി വർത്തമാനം പറയുന്നതിനിടയ്ക്ക് പറയുന്നത് വ്യക്തമാകാത്ത സംഭാഷണം ഉണ്ടാകുന്നു. അതാദ്യം കൊപ്പിളിക്കുന്നതിന് മുമ്പ് കൈകൊണ്ട് മുഖം തടവുന്നത് കൊണ്ടാണ്.
പിന്നെ തോർത്തുകൊണ്ട് മുഖം തുടയ്ക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഇത്തരം ചില രംഗങ്ങളെല്ലാം ആ സിനിമയിൽ കടന്നു വരുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ആശയ പ്രചോദനമായി ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഭാവനയും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ പങ്കുവെക്കാമോ? ബേബി സാർ പറഞ്ഞതിൽ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ഷൊർണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഇതിനകത്ത് ഈ പവിത്രൻ മകളുടെ ഭർത്താവ് അടുത്ത ബുധനാഴ്ച വരുന്നു എന്നോ മറ്റോ ആണ് പറയേണ്ടത്. ഒറ്റ ഡയലോഗുള്ളൂ. അടുത്ത ബുധനാഴ്ച വരുന്നുണ്ട് പവിത്രൻ, ഇത് മാത്രമേ പറയണ്ടൂ. അപ്പോൾ സത്യൻ അന്തികാട് എന്നോട് പറഞ്ഞു, ഇന്നസെൻ്റ്, നമുക്ക് ഇവനെ ഒരു സീൻ തുടങ്ങുമ്പോൾ ഒരു സുഖമില്ല, നമുക്ക് ആ ഒരു തുടക്കം കിട്ടിയാൽ നല്ലതാണ്, അതിന് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഷൂട്ടിംഗ് ആണ്, ഇങ്ങനെ ആളുകൾ നിൽക്കുകയാണ്. നമ്മളൊരിക്കലും നമുക്ക് വരുന്ന ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ പറയുമ്പോൾ അത് നല്ലതാണ് അത് എന്ന് പറഞ്ഞ് അത് എടുക്കുന്ന സംവിധായകന്മാരുണ്ട്. ചിലപ്പോൾ അവർ പറയും അത് വേണ്ട എന്ന് പറയുന്നവരുണ്ട്. സത്യം പറഞ്ഞു, നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എന്താ, അല്ല അവിടെ വന്ന് ഞാൻ കിണ്ടിയെടുത്ത് കാല് കഴുകുന്നു, അതിന് ശേഷം ഇന്നസെൻ്റ് അകത്തേക്ക് വരുന്നു, പറയുന്നു പവിത്രം വന്നു എന്ന് പറയുന്നു. കാര്യം ചെയ്യാം. ഞാൻ എൻ്റെ അപ്പൻ മൂത്ത ജ്യേഷ്ഠന് പെണ്ണ് കണ്ടിട്ട്, ആ പെണ്ണിനെ കണ്ടിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. അപ്പോൾ അന്ന് സാൻസ്ലാവോസ് ഞാൻ ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ്. അപ്പൻ അങ്ങനെ അവൻ്റെ വീട്ടിൽ ആദ്യമായിട്ടൊരു കല്യാണം നടക്കാൻ പോവുക, അതിൻ്റെ ആഹ്ലാദം. അതുണ്ട്. ഇയാൾ പെണ്ണ് കാണാൻ പോയിരിക്കണു, ഇയാൾ ഡോക്ടറാണ്. അപ്പോൾ അന്ന് ഡോക്ടർമാർക്ക് ഇന്നിപ്പോൾ 2 കോടി അല്ലെങ്കിൽ 5 കോടി എന്ന് പറയുന്ന പോലെയാണ് അന്ന് 2 ലക്ഷമൊക്കെ. ചിലപ്പോൾ ഡോക്ടർമാരെ കിട്ടാൻ വേണ്ടി അവർ ഡിസ്പെൻസറി വരെ ഇട്ട് കൊടുക്കാമെന്ന് പറയുന്ന ഭാര്യ വീട്ടുകാരുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് എൻ്റെ ജ്യേഷ്ഠൻ ഡോക്ടറായത്. അപ്പോൾ എനിക്കറിയേണ്ടത് എന്ത് സ്ത്രീധനം കിട്ടുന്നതാണ്. ആർക്ക്? ജ്യേഷ്ഠൻ. അങ്ങനെ കണ്ടമാനം കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് ലേശം നമുക്ക് കിട്ടുകയാണെങ്കിൽ വലിയ പണിയില്ലാണ്ട് ജീവിക്കാലോ എന്നാണ് നമ്മുടെ ധാരണ. നമ്മൾ പഠിച്ചു നന്നാവാനുള്ള പ്ലാനില്ലല്ലോ. അപ്പോൾ എൻ്റെ അപ്പൻ ഇതുപോലെ വന്നു കഴിഞ്ഞ്, അന്ന് പൈപ്പൊന്നുമില്ല, കിണ്ടി എടുക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, അതൊക്കെ കഴിഞ്ഞ് അപ്പൻ പറഞ്ഞു എങ്ങനെയുണ്ട് കുട്ടി കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പൻ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അവരെന്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്ത് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയുന്നത് കാശാ. എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. പറയാൻ തിരക്കുണ്ടാക്കല്ലേ. അപ്പോഴേക്ക് ഏകദേശം ഈ മുഖം കഴുകലും ഈ ഷർട്ട് ഊരിലൊക്കെ ഇതിൻ്റെ ഇടയിൽ ഈ ക്യാഷ് പറഞ്ഞു. അത് ഞങ്ങളാരും കേട്ടിട്ടില്ല. അപ്പം ഞാൻ അമ്മോട് വീണ്ടും പറഞ്ഞു കാശിൻ്റെ കാര്യം ചോദിക്കാൻ. അപ്പം അമ്മ വീണ്ടും അല്ല അവർ എന്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞത്, അത് പറഞ്ഞില്ലേ? അപ്പം പറഞ്ഞു ഇല്ല പറഞ്ഞില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുട്ടി നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ, അപ്പോഴേക്ക് ചോറിൻ്റെ മുമ്പിലെത്തി, എന്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും? കാരണം നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുന്ന കാശ് നിങ്ങൾക്ക് തന്നെയാണ്, ഞങ്ങൾക്കല്ല. അത് നിങ്ങൾ എന്താണ് മനസ്സമ്മതത്തിൽ മുമ്പ് തരാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പോയോ, സംഭവം പോയോ. ഇതാണ് ഞാൻ സത്യനോട് പറഞ്ഞ വഴിക്ക് സത്യം പറഞ്ഞു, ഇന്നസെൻ്റ് കാര്യം ചെയ്യാം, നമുക്ക് ഇത് തന്നെ. അപ്പം അതിന് ഒരു കാര്യം ചെയ്തേക്കാം, ഞാൻ ചെറുതായിട്ടൊന്ന് കുറിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ക്യാമറയൊക്കെ വെച്ച് അവിടെ വെച്ചിട്ട് ബിപിൻ മോഹൻ എന്നാണ് തോന്നുന്നു ക്യാമറാമാൻ, അവിടെ വെച്ചിട്ട് തന്നെ അതൊന്ന് കുറിച്ചു. ഒറ്റ ഷോട്ടും 2 ഷോട്ടങ്ങളിലായിട്ട് ഒരുമിച്ച് എടുത്തിരിക്കുന്നത് അതൊക്കെ. അങ്ങനെ എടുത്ത ഒരു സീനാണിത്. നമുക്കിത് എഴുതി ഫലിപ്പിക്കാൻ. എന്തായാലും താങ്കളുടെ ജീവിതാനുഭവം ആ ഒരു സീനിനെ മഹത്തരമാക്കി. ഈ സത്യൻ അതുകൊണ്ട് തന്നെ ഇന്നസെൻ്റ് ഏട്ടൻ എന്ന് പറഞ്ഞ ജീവനാണ്. സത്യൻ്റെ എല്ലാ ഒട്ടുമിക്കവാറും സിനിമകളിൽ ഇന്നസെൻ്റ് ഏട്ടൻ ഉണ്ട്. നല്ല നല്ല റോളുകളും ചെയ്തു, നല്ല നല്ല റോളുകൾ തരുന്നുണ്ട്. വരട്ടെ. ഇന്നസെൻറ്റിൻ്റെ അപ്പൻ്റെയും ജീവിതം ആസ്പദമാക്കി ഒരു സിനിമ ആലോചിച്ചുകൂടെ എന്ന് നെടുപടി വേണു ലോഹിതദാസിനോട് പറഞ്ഞിട്ടാണ് ലോഹിതദാസ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയുടെ കഥ ഉണ്ടാക്കുന്നത്. അതിലെ കൊച്ചുതോമയും റെജിയും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് കഥ അതൊന്നും അല്ലെങ്കിലും അതിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇന്നസെൻറ്റിൻ്റെ അപ്പൻ്റെയും ജീവിതമാണ്. ആ സിനിമ ഞാൻ ഡിസ്കഷൻ കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് മുമ്പ് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നസെൻ്റ് എന്നെ വിളിച്ച് പറഞ്ഞു, എന്തായാലും ഞാൻ 2-3 മാസത്തേക്ക് സിനിമ അഭിനയിക്കുന്നില്ല, അതുകൊണ്ട് അടുത്ത പടത്തിൽ എന്നെ വിളിക്കരുത്. അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു നടൻ എന്നോട് പറയുന്നത്.
അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ സീരിയസ് ആണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധമുള്ള ഒരു കഥയാണ് സിനിമയാക്കുന്നത്, അതിൽ റോളൊന്നും തീരുമാനിച്ചിട്ടില്ല. അല്ല ഏതായാലും ഞാൻ കുറച്ച് നാൾ അഭിനയിക്കുന്നില്ല. സിദ്ദിഖ് ലാൽ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഫ്രണ്ട്സ് എന്നുള്ള സിനിമയുടെ സമയത്ത്, ഇതും ഒരേ സമയം തന്നെയാണ്, സിദ്ദിഖ് ലാലിനെ വിളിച്ച് പറഞ്ഞു 2-3 മാസത്തേക്ക് പടം അഭിനയിക്കുന്നില്ല. പ്രിയദർശൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇന്നസെൻ്റ് അഭിനയിക്കുന്നില്ല എന്ന്. എന്താണത്? അപ്പോൾ ഞാൻ ഇന്നസെൻ്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞു, ഇന്നസെൻ്റ് പറഞ്ഞു വെറുതെ ഇരിക്കാനാണ്, വീട്ടിൽ ആലീസും മോനും ഒക്കെ ആയിട്ട് ചുമ്മാ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ സിനിമയിൽ ഈ 3 സിനിമകളിലും പ്രിയൻ്റെയും എൻ്റെയും സിദ്ദിഖിൻ്റെയും സിനിമകളിലും ഇന്നസെൻ്റ് അഭിനയിച്ചില്ല. അതിലൊരു നഷ്ടബോധവും ഇന്നസെൻറ്റിന് തോന്നിയിട്ടില്ല. എങ്ങനെയാണ് ഒരു നടൻ ആയിട്ട് പ്രവർത്തിക്കുകയും ഇത്രയും പ്രസിദ്ധമായ പിന്നീട് സൂപ്പർ ഹിറ്റായ ഈ എല്ലാ സിനിമകളും അതിൽ അഭിനയിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ എപ്പോഴെങ്കിലും ഒരു നഷ്ടബോധം ഇന്നസെൻറ്റിന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങളോട് ഈ സമയത്തൊക്കെ ചില സമയങ്ങളിൽ പടങ്ങൾ വിളിക്കരുത് എന്ന് പറയുന്നത്, വിളിക്കണമെന്നാണ് പലരും ചോദിക്കാറുള്ളത്? ഇതാർക്കും അറിയാത്തൊരു കാര്യം. എന്ത് പറ്റി? അല്ല, അത് നമ്മളിപ്പോൾ കഴിഞ്ഞ കാലത്ത് എൻ്റെ അടുക്ക് എൻ്റെ ജ്യേഷ്ഠൻ ഒരിക്കൽ ചോദിച്ചു, ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്നൊരു പെരുന്നാൾക്കിരുന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പഠിക്കാത്തതിൽ വിദ്യാഭ്യാസം ഇങ്ങനെ എവിടെയോ വെച്ച് നിർത്തിയത്, നിനക്കിപ്പോൾ പശ്ചാത്താപം തോന്നണില്ലേ എന്ന് ചോദിച്ചു. വിദ്യാഭ്യാസം കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ പോകുന്നു, അവർ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നിനക്ക് അതിൻ്റെ ഒരു പശ്ചാത്താപം നിൻ്റെ മനസ്സിനകത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ ഒന്നും തോന്നണില്ല. അതെന്താ കാരണം? അതിൻ്റെ കാരണം ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചപ്പോഴേക്കും കാര്യങ്ങളൊക്കെ പഠിച്ചു, മനസ്സിലാകാത്ത കുട്ടികൾ 9ാം ക്ലാസ് പഠിക്കുന്നു, 10ാം ക്ലാസ് പഠിക്കുന്നു, കോളേജിൽ പോകുന്നു. ഇത് തന്നെ. അപ്പോൾ എൻ്റെ ചേട്ടൻ ചോദിച്ചു, ഇത് നീ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ ഉത്തരമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ആ ഉത്തരം എനിക്ക് പുസ്തകത്തിൽ നിന്ന് കിട്ടിയതല്ല, അതൊക്കെ എനിക്ക് ഇങ്ങനെയുള്ള പുറം ഇതിൽ നടന്നുകൊണ്ട് കിട്ടിയ ഒരു ഉത്തരമാണ് എന്നാണ് ഞാൻ ചേട്ടനോട് പറഞ്ഞത്. ഇപ്പോൾ സത്യം ചോദിച്ച ഈ ചോദ്യത്തിന് നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഇദ്ദേഹം എനിക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്, സിദ്ദിഖ് ലാൽ എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്താണ്, പ്രിയനാണെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്താണ്. ഇവർ 3 പേരും ഒരേ സമയത്താണ് ഈ പടം തുടങ്ങുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്നൊരു കാര്യം ചെയ്യാം, 3 വേണ്ട, വീട്ടിലിരിക്കുക. പിന്നെ വീട്ടിലിരിക്കുന്നതും നല്ല സുഖമുണ്ട്, നല്ല മനസ്സമാധാനം ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കാൻ നല്ല സുഖമാണ്. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കാൻ തോന്നില്ല, എന്നാൽ പിന്നെ എവിടെയെങ്കിലും പോവുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളെടുത്തൊരു തീരുമാനമാണ്. സത്യം ചോദിച്ച ഒരു പ്രധാന കാര്യം, നഷ്ടബോധം അതിനകത്ത് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്തില്ല. നമ്മൾ അപ്പോഴേ ഇതിൽ നിന്ന് നമുക്ക് വലിയ റോളുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം. അത് പക്ഷേ നമ്മളതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് പറഞ്ഞത്, ഇത്രയും നല്ല വലിയ സംവിധായകരാണ് ഇവരൊക്കെ, അതുകൊണ്ട് അത് നമ്മൾ നിർത്തി. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്നും മാറി ഇരിക്കുക, അതും മാത്രമല്ല, മാറി ഇരുന്നാലുള്ളൊരു ഗുണം, പടമില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് വലിയ ദുഃഖം തോന്നില്ല, ഒരു പ്രാക്ടീസ്. അതല്ലെങ്കിൽ ഒരു പടം ഇല്ല, അത് കഴിഞ്ഞ് വേറൊരു പടം ചെയ്തു, വീട്ടിൽ വന്നിരിക്കുമ്പോൾ ആളുകൾ ചോദിക്കും പടമൊന്നുമില്ല അല്ലേ. ഇതിപ്പോൾ അങ്ങനെയല്ല, അല്ലാതെ തന്നെ നമ്മളെ കാണുമ്പോഴും ഇയാൾ പടം ഉള്ളപ്പോഴും വന്നിരുന്നു. ഞാൻ അതാ പറഞ്ഞത്, ഇപ്പം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ആളുകളുമായിട്ടുള്ള മിങ്കിളിങ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങാമായിരുന്നു. അതെ, കാരണം അതിൻ്റെയൊക്കെ ഒരു സുഖമൊക്കെ മനസ്സിലാകുന്നത്, അതിൻ്റെയൊക്കെ ഒരു സുഖം നമ്മൾ അനുഭവിക്കണം. ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ച് നമ്മളിങ്ങനെ ചില്ലിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചത് എന്ത് സുഖം, എന്ത് കാര്യം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്.